ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. ആദ്യം ഈ സിസ്റ്റം മെയിലിൻ്റെ ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നും മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഏതെന്നും ഈ സിസ്റ്റം കൊണ്ടുള്ള ഫങ്ഷൻ ധർമ്മം എന്തെന്നും നാം അറിയേണ്ടതായിട്ടുണ്ട്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഈസ് ലൊക്കേറ്റഡ് ഇൻ ദി പെൽവിക് റീജിയൻ. ഇടുപ്പ് ഭാഗത്തായിട്ടാണ് മെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം സ്ഥിതി ചെയ്യുന്നത്. ഇനി പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് എ പെയർ ഓഫ് ടെസ്റ്റീസ് എലോങ് വിത്ത് അസസറി ഡക്ട്സ്, ഗ്ലാൻഡ്സ് ആൻഡ് ദി എക്സ്റ്റേണൽ ജെനൈറ്റാലിയ. അപ്പോൾ പെയർ ഓഫ് ടെസ്റ്റീസ്, നമ്മൾ ജോഡി ആണെങ്കിൽ ഒന്നിൽ കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മൾ ടെസ്റ്റീസ് എന്ന് പറയുന്നത്. ഒരെണ്ണേ ഉള്ളെങ്കിൽ നമ്മൾ ടെസ്റ്റിസ് എന്ന് പറയും. പിന്നെ ആ ടെസ്റ്റിസിന് ഒപ്പം നിൽക്കുന്ന അസസറി ഡക്ട്സ് ഉണ്ട്, ഗ്ലാൻഡുകളുണ്ട്, എക്സ്റ്റേണൽ ജെനൈറ്റാലിയയുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇനി സിസ്റ്റത്തിൻ്റെ ഫങ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് അതിൻ്റെ പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് സ്പേം ആണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, സ്പെർമാറ്റോജെനസിസ്. രണ്ടാമത് പറയുകയാണെങ്കിൽ എൻഡോക്രൈൻ ഫങ്ഷനാണ്, സെക്രീറ്റ് ഹോർമോൺസ് ആണ്. ഈ ഹോർമോൺസ് ആണ് മെയിലിൻ്റെ സെക്സ് ഹോർമോൺസ് ആണ്. ഈ ഹോർമോൺ ആണ് മെയിലിൻ്റെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യുന്നത്. അതായത് മെയിലിൻ്റെ മീശ, താടി, അതേപോലുള്ള പുരുഷൻ്റേതായിട്ടുള്ള സ്വഭാവങ്ങൾ, ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതിന് ഈ ഹോർമോൺസ് സഹായിക്കുന്നു. നമുക്കൊന്നുകൂടെ പറയാം, ഈ സിസ്റ്റം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പെൽവിക് റീജിയനിലാണ്. ഈ സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയർ ഓഫ് ടെസ്റ്റീസ്, അസസറി ഡക്ട്സ്, ദെൻ ഗ്ലാൻഡ്സ്, എക്സ്റ്റേണൽ ജെനൈറ്റാലിയ, പിന്നെ ഫങ്ഷൻസ് ഫോർമേഷൻ ഓഫ് സ്പേം, പിന്നെ സെക്രീറ്റ് ഹോർമോൺസ്. നമുക്ക് ഈ മെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ ഈ ചാർട്ടിൻ്റെ സഹായത്തോടെ ഒന്നുകൂടെ നമുക്കൊന്ന് വ്യക്തമാക്കാം. ആദ്യം ഈ സിസ്റ്റത്തിൽ പെയർഡ് ടെസ്റ്റിസ് ഒന്നാമത് എഴുതിയിട്ടുണ്ട്, അസസറി ഡക്ട്സ്, ദെൻ അസസറി ഗ്ലാൻഡ്സ്, എക്സ്റ്റേണൽ ജെനൈറ്റാലിയ, ദാറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് പെനിസ്. ദെൻ അസസറി ഡക്ട്സ് again divided into red testis, vasa efferentia, epididymis, vas deferens. Then accessory glands, prostate gland ഒരെണ്ണമുണ്ട്, സെമിനൽ വെസിക്കിൾസ് രണ്ടാണ്, then കോപ്പേഴ്സ് ഗ്ലാൻഡ്സ് ഓർ ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്സ് അതും രണ്ടാണ്. ഇത്രയും ഭാഗങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യം പെയർഡ് ടെസ്റ്റിസ്, അസസറി ഡക്റ്റ്. അസസറി ഡക്റ്റിനെ ഏതൊക്കെ വരുമെന്ന് മതി നോക്കി. റേറ്റ് ടെസ്റ്റിസ് ഉണ്ട്, വാസ എഫറൻഷ്യ, എപ്പിഡെഡിമിസ്, വാസ് ഡെഫറൻസ്. അസസറി ഗ്ലാൻഡ്സിൽ വരുന്നത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഒരെണ്ണമുണ്ട്, സെമിനൽ വെസിക്കിൾസ് രണ്ടുപേരാണ്, ദെൻ ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്സും രണ്ട് എണ്ണമാണ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇതുപോലെ ചാർട്ട് വരച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ എളുപ്പമായിരിക്കും. അടുത്തതായി ഡിസ്കസ് ചെയ്യുന്നത് ടെസ്റ്റിസിനെ കുറിച്ചാണ്. മലയാളത്തിൽ അതിനെ വൃഷണം എന്ന പേരിലും അറിയപ്പെടുന്നു. ഒരു കുട്ടി മെയിൽ ആണെങ്കിൽ ഗസ്റ്റേഷൻ പീരീഡിൻ്റെ അവസാന ഘട്ടത്തിലാണ് ടെസ്റ്റിസ് ഇൻജൂവിനൽ കനാലിൽ കൂടെ കുട്ടിയുടെ സ്ക്രോട്ടം എന്ന സാക്കിലേക്ക് ഇറങ്ങുന്നത്. ഗസ്റ്റേഷൻ പീരീഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്. നമ്മൾ എല്ലാം വാം ബ്ലഡ് അനിമൽസ് ആണ്. വാം ബ്ലഡ് അനിമൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ബോഡി ടെമ്പറേച്ചർ ഈസ് ആൾവേസ് കോൺസ്റ്റൻറ്റ്. അതായത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ സാധാരണഗതിയിൽ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ ഒരു ടെമ്പറേച്ചറിൽ സ്പെർമാറ്റോജെനസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുകയില്ല. സ്പെർമാറ്റോജെനസിസും നിങ്ങൾക്കറിയാം, ഫോർമേഷൻ ഓഫ് സ്പേം. അപ്പോൾ ആ ടെമ്പറേച്ചറിൽ സ്പെർമാറ്റോജെനസിസ് നടക്കുകയില്ല. അപ്പോൾ അതിനേക്കാൾ 2 മുതൽ 2 to 2.5 ഡിഗ്രി സെൽഷ്യസ്
2 മുതൽ 2.5 ഡിഗ്രി സെൽഷ്യസ് വരെ കുറഞ്ഞ ടെമ്പറേച്ചറിൽ മാത്രമേ സ്പെർമാറ്റോജനസിസ് നടക്കുകയുള്ളൂ. ആ ഒരു ടെമ്പറേച്ചർ ഈ സ്ക്രോട്ടം എന്ന് പറയുന്ന സാക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ കാരണം കൊണ്ടാണ് ടെസ്റ്റിസ് ഈ പുറത്ത്, ബോഡിക്ക് പുറത്ത് സ്ക്രോട്ടം എന്ന് പറയുന്ന സാക്കിൽ സിറ്റുവേറ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ ഇതാണ്. The testes are situated outside the abdominal cavity within a pouch called scrotum. നിങ്ങൾ ആ ഡയഗ്രത്തിൽ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ സ്ക്രോട്ടവും ടെസ്റ്റിസും കാണാൻ കഴിയും. The scrotum helps in maintaining the low temperature of the testes. സ്ക്രോട്ടത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ടെമ്പറേച്ചർ വളരെ താണ ലെവലിൽ നിലനിർത്താൻ സഹായിക്കുന്നു. 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ലോവർ ദാൻ ദി നോർമൽ ഇൻറ്റേർണൽ ബോഡി ടെമ്പറേച്ചർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇൻറ്റേർണൽ ബോഡി ടെമ്പറേച്ചർ ഏകദേശം 37 ഡിഗ്രി സെൽഷ്യസ്. അതിനേക്കാൾ 2 മുതൽ 2.5 ഡിഗ്രി സെൽഷ്യസ് വരെ കുറവായിരിക്കും ഈ ടെസ്റ്റിസിൽ. ദാറ്റ് ഈസ് നെസസറി ഫോർ സ്പെർമാറ്റോജനസിസ്. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ലഭിക്കാൻ സാധ്യതയുള്ളതാണ് നമ്മളിപ്പോൾ പഠിച്ച ഭാഗം. അതായത് ഒന്ന് ചോദിക്കാൻ കൊള്ളാവുന്ന നെയിം ദി പൗച്ച് ഇൻ വിച്ച് ടെസ്റ്റിസ് ആർ പ്രസൻറ്റ്. നിങ്ങൾക്ക് ആൻസർ നിങ്ങൾക്ക് അറിയാം, സ്ക്രോട്ടം എന്ന് നിങ്ങൾക്ക് എഴുതാൻ കഴിയും. മറ്റൊന്ന് അവിടെ ചോദിക്കാൻ സാധ്യതയുള്ളത് മെൻഷൻ ദി സിഗ്നിഫിക്കൻസ് ഓഫ് സ്ക്രോട്ടം. അപ്പോൾ സ്ക്രോട്ടത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന്. അതല്ലെങ്കിൽ ചോദിക്കാം ടെസ്റ്റിസ് ആർ സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ദി അബ്ഡോമിനൽ ക്യാവിറ്റി, ഗിവ് റീസൺ. അപ്പോൾ ടെസ്റ്റിസ് ബോഡിക്ക് പുറത്ത്, അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് പുറത്ത് സിറ്റുവേറ്റ് ചെയ്യുന്നതിൻ്റെ കാരണമെന്ത് എന്ന് ചോദിച്ചാലും നിങ്ങൾ ഈ രീതിയിലാണ് ആൻസർ എഴുതേണ്ടത്. അതായത് സ്ക്രോട്ടം ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ദി ലോ ടെമ്പറേച്ചർ ഓഫ് ദി ടെസ്റ്റിസ് 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ലോവർ ദാൻ ദി നോർമൽ ഇൻറ്റേർണൽ ബോഡി ടെമ്പറേച്ചർ. ഇറ്റ് ഈസ് നെസസറി ഫോർ സ്പെർമാറ്റോജനസിസ് എന്ന് തന്നെ ആൻസർ എഴുതണം. ടെസ്റ്റിസ് എന്തിനാണ് സ്ക്രോട്ടം എന്ന സാക്കിൽ ബോഡിക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കി. ഇനി ടെസ്റ്റിസിൻ്റെ ഷേപ്പ്, സൈസ്, ടെസ്റ്റിസിൻ്റെ ഉള്ളിൽ ഏതൊക്കെ ഭാഗങ്ങളുണ്ട് എന്ന് നോക്കാം. ഈച്ച് ടെസ്റ്റിസ് ഈസ് ഓവൽ ഇൻ ഷേപ്പ് വിത്ത് എ ലെങ്ത് ഓഫ് about 4 to 5 centimeter ആൻഡ് width of about 2 to 3 centimeter. അപ്പോൾ ഷേപ്പ് ഓവലാണ്. ആ ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലെങ്ത്ത് 4 to 5 centimeter, വിഡ്ത്ത് 2 to 3 centimeterമാണ്. ദെൻ ടെസ്റ്റിസ് ഈസ് കവേർഡ് ബൈ എ ഡെൻസ് കവറിങ്. വളരെ തിക്കായിട്ടുള്ള ഒരു കവറിങ് ഉണ്ട് ടെസ്റ്റിസിന്. ഈച്ച് ടെസ്റ്റിസ് ഹാസ് about 250 കമ്പാർട്ട്മെൻറ്റ്സ്. അപ്പോൾ ടെസ്റ്റിസിൽ അകത്ത് 250ഓളം കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടെന്ന് പറയുകയാണ്, തിരിച്ചിരിക്കുകയാണ്. ഇനി ആ കമ്പാർട്ട്മെൻറ്റിൻ്റെ പേരാണ് നമുക്കറിയേണ്ടത്. ദാറ്റ് ഈസ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. ഓർത്തിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ടെസ്റ്റിസ് എവിടെയാണെന്ന് പഠിച്ചു കഴിഞ്ഞു, ടെസ്റ്റിൻ്റെ ഷേപ്പ് പറഞ്ഞു, സൈസായി. ഇനി അകത്ത് എത്ര കമ്പാർട്ട്മെൻറ്റ് ഉണ്ട് എന്നും പറയുകയാണ്. 250 കമ്പാർട്ട്മെൻറ്റ്, 250. ഇനി ആ കമ്പാർട്ട്മെൻറ്റിൻ്റെ പേരാണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. 250 ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. ഇനി മറ്റൊരു ഭാഗമാണ് സെമിനിഫറസ് ട്യൂബ്യൂൾ. ഈച്ച് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് കണ്ടെയ്ൻസ് 1 to 3 highly coiled tubules called seminiferous tubules. അപ്പോൾ 250ഓളം ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് ഉണ്ടെന്ന് മനസ്സിലാക്കി ഓരോ ടെസ്റ്റിസിൽ. അപ്പോൾ ഓരോ ടെസ്റ്റിക്കുലാർ ലോബ്യൂളും 250 കമ്പാർട്ട്മെൻറ്റ്സിൽ ഒരു കമ്പാർട്ട്മെൻറ്റ് നമ്മൾ എടുക്കുകയാണ്. ഒരു ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 1 മുതൽ 3 വരെ ഹൈലി
കോയിൽഡ് ആയിട്ടുള്ള ട്യൂബ്യൂൾസ് ഉണ്ട്. അതിനെയാണ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്ന് പറയാം. അപ്പോൾ ആ സെമിനിഫറസ് ട്യൂബ്യൂൾസിനെ നമുക്ക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ടെസ്റ്റിസ് എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ സെല്ലിനെ നമ്മളെ ബോഡിയുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ ടെസ്റ്റിസിൻ്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റാണ് ഈ സെമിനിഫറസ് ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പേംസ് ആർ പ്രൊഡ്യൂസ്ഡ് ഹിയർ. അപ്പോൾ ടെസ്റ്റിസിൻ്റെ പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത് തന്നെ സ്പെർമാറ്റോജനസിസ് ആണ്. അപ്പോൾ ആ സ്പേമിൻ്റെ ഫോർമേഷൻ നടക്കുന്ന സ്ഥലം സെമിനിഫറസ് ട്യൂബ്യൂളാണ്. അപ്പോൾ അത്രയേറെ പ്രാധാന്യമുണ്ട് സെമിനിഫറസ് ട്യൂബ്യൂളിന്. നമ്മൾ ഇവിടെ ഏതൊക്കെ പഠിച്ചു ഒന്നുകൂടെ നോക്കി. പ്രധാനമായിട്ടും ടെസ്റ്റിസിൻ്റെ ഷേപ്പ് നമ്മൾ പറഞ്ഞു, ഓവൽ ഷേപ്പാണ്. ലെങ്ത്ത് പറഞ്ഞു 4 to 5 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് 2 to 5 സെൻറ്റിമീറ്റർ പറഞ്ഞു. ഡെൻസ് കവറിംഗ് ഉണ്ട്. 250 കമ്പാർട്ട്മെൻറ്റ്സ് കാണപ്പെടുന്നുണ്ട്. ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. അപ്പോൾ ഒരു ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 1 മുതൽ 3 വരെ സെമിനിഫറസ് ട്യൂബ്യൂൾസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റും കൂടിയാണ് ഈ സെമിനിഫറസ് ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. റീസൺ ഇതാണ്, സ്പേംസ് ആർ പ്രൊഡ്യൂസ്ഡ് ഹിയർ. അപ്പോൾ അവിടെ ഇതുപോലെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടാൻ സാധ്യത ഉള്ള ഒരു ഭാഗമാണ്. വാട്ട് ആർ സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആർ ഹൈലി കോയിൽഡ് സ്ട്രക്ചേഴ്സ് പ്രസൻറ്റ് ഇൻ എ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് ഓർ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ടെസ്റ്റിസ്. സ്പേംസ് ആർ പ്രൊഡ്യൂസ്ഡ് ഹിയർ എന്നെഴുതണം ചോദിച്ചു കഴിഞ്ഞാൽ. നമ്മൾ നേരത്തെ പറഞ്ഞ സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്തും പുറത്തും പ്രധാനമായി 3 സെല്ലുകൾ കാണാൻ കഴിയും. ആ സെല്ലുകൾ ആരൊക്കെയാണെന്നും അവയുടെ ഫങ്ഷൻ എന്തൊക്കെയാണെന്നും നോക്കാം. പ്രധാനമായും 3 സെൽസാണ്. സ്പെർമാറ്റോഗോണിയൽ സെൽസ്, സെർട്ടോളി സെൽസ്, ദെൻ ഇൻറ്റർസ്റ്റീഷ്യൽ സെൽസ് ഓർ ലീഡിക് സെൽസ്. അതിൽ ആദ്യത്തേത് സ്പെർമാറ്റോഗോണിയൽ സെൽസ് ആണ്. ഈച്ച് സെമിനിഫറസ് ട്യൂബ്യൂൾ ഈസ് ലൈൻഡ് internally by cells called spermatogonial cells which undergo meiotic division and transforms into sperms. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സെമിനിഫറസ് ട്യൂബ്യൂൾ ഈസ് കൺസിഡേർഡ് ആസ് ദി സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ടെസ്റ്റിസ്. സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ അകത്ത് ലൈൻ ചെയ്തിരിക്കുന്ന എപ്പിത്തീലിയമാണ് ജെർമിനൽ എപ്പിത്തീലിയം. അത് എപ്പിത്തീലിയൽ, ഫസ്റ്റ് ഇയർ നമ്മൾ പഠിച്ച എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ് ജെർമിനൽ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജേം സെൽസ് ആണ് സ്പെർമാറ്റോഗോണിയൽ സെൽസ്. ഈ സ്പെർമാറ്റോഗോണിയൽ സെൽസാണ് പിന്നീട് സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ സ്പേമായി മാറുന്നത്. ഈ സ്പെർമാറ്റോഗോണിയം എന്ന് പറയുമ്പോഴത്തേക്കും ഡിപ്ലോയിഡാണ്. 46 ക്രോമസോംസ് ആണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അത് പിന്നെ മിയോസിസ് നടക്കുമ്പോഴത്തേക്കും ഹാപ്ലോയിഡായി മാറുകയാണ്. അത് 2n എന്നുള്ളത് n ആവും. അതായത് 23 ക്രോമസോമുള്ള സ്പെർമാറ്റോസോവ, അതായത് സ്പേമായി മാറും ഈ സ്പെർമാറ്റോഗോണിയൽ സെൽസ് മിയോസിസ് ഡിവിഷനിൽ കൂടെ. രണ്ടാമത്തെ സെൽ എന്ന് പറയുന്നത് സെർട്ടോളി സെൽസ് ആണ്. ഈച്ച് സെമിനിഫറസ് ട്യൂബ്യൂൾ ഈസ് ലൈൻഡ് internally by another type of cells called Sertoli cells which provide shape and nourishment to the developing spermatogenic cells. സ്പെർമാറ്റോഗോണിയയാണ് സ്പേമായിട്ട് മാറുന്നത്, മിയോസിസ് ഒക്കെ നടന്നു. അപ്പോൾ ആ സെല്ല് ഡിവിഷനും ഒക്കെ നടന്ന് മാറ്റങ്ങൾ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ന്യൂട്രിയൻസ് ആവശ്യമാണ്, ന്യൂട്രീഷൻ ആവശ്യമാണ്. ആ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ സെർട്ടോളി സെൽസാണ്. മൂന്നാമത്തെ സെൽസ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും നമ്മൾ ഈ പറഞ്ഞ സ്പെർമാറ്റോഗോണിയൽ സെൽസും സെർട്ടോളി സെൽസും ഈ സെമിനിഫറസ് ട്യൂബ്യൂളിന് അകത്തായിട്ടാണ് കാണപ്പെടുന്നത്. ആ ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സെമിനിഫറസ് ട്യൂബ്യൂള് അതിനകത്താണ് നമ്മൾ സ്പെർമാറ്റോഗോണിയായും
അത് ചേഞ്ച് ചെയ്ത് പിന്നീട് അവസാനം സ്പെർമാറ്റോസോവയായിട്ട് മാറുന്നു. അകത്ത് തന്നെയാണ് സെർട്ടോളി സെൽസിനെയും കാണാൻ കഴിയുന്നത്. പിന്നീട് മൂന്നാമത്തെ സെൽസാണ് ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ് അഥവാ ലിഡിക് സെൽസ് എന്നറിയപ്പെടുന്നത്. അതായത് രണ്ട് സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ ഇടയ്ക്കുള്ള സ്പേസാണ് ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസ്. ആ ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ് അവിടെയാണ് കാണപ്പെടുന്നത്. ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ് ഓർ ലിഡിക് സെൽസ്. These cells are seen in between the seminiferous tubules. രണ്ട് സെമിനിഫറസ് ട്യൂബ്യൂൾസിന് ഇടയിലാണ് ഈ സെല്ല് കാണപ്പെടുന്നത്, ലിഡിക് സെൽസ് അഥവാ ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ്. അപ്പോൾ അവരുടെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ സിന്തസൈസ് ആൻഡ് സെക്രീറ്റ് ദ ഹോർമോൺസ് കോൾഡ് ആൻഡ്രോജൻസ് വിച്ച് കൺട്രോൾ സ്പെർമാറ്റോജനസിസ്. യഥാർത്ഥത്തിൽ ഇവരാണ് നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു ഈ ടെസ്റ്റിസ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിക്കുന്നതിൻ്റെ ആരംഭത്തിൽ തന്നെ പറഞ്ഞു ഈ ടെസ്റ്റിസിന് രണ്ട് ഫങ്ഷനാണ് ഉള്ളത് നമ്മൾ പറഞ്ഞു. ഒന്ന് സ്പേമിൻ്റെ പ്രൊഡക്ഷൻ, അതാണ് പ്രൈമറി ഫങ്ഷൻ. രണ്ടാമതായിട്ട് ഹോർമോൺ സെക്രീറ്റ് ചെയ്യും എന്ന് പറഞ്ഞു, സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് അത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള. അപ്പോൾ ഈ സെല്ലാണ്, അതായത് ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ് അഥവാ ലീഡിക് സെൽസാണ് ഈ ആൻഡ്രോജൻ എന്ന് പറയുന്ന മെയിലിൻ്റെ സെക്സ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്. ആൻഡ്രോജൻസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്ന ഹോർമോൺസാണ് ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോണൊക്കെ. അപ്പോൾ ഈ ഹോർമോണാണ് സ്പെർമാറ്റോജനസിസ് കൺട്രോൾ ചെയ്യുന്നത്. കൂടാതെ മെയിലിൻ്റെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സും കൺട്രോൾ ചെയ്യുന്നത് ഈ ഹോർമോൺസാണ്. അപ്പോഴിവിടെ നമ്മൾ 3 ടൈപ്പ് സെല്ലിനെയാണ് പഠിച്ചിരിക്കുന്നത്: സ്പെർമാറ്റോഗോണിയൽ സെൽസ്, സെർട്ടോളി സെൽസ്, ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ് ഓർ ലിഡിക് സെൽസ്. അപ്പോൾ ഈ ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ലഭിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ചോദിക്കാൻ കൊള്ളാം, വാട്ട് ആർ സ്പെർമാറ്റോഗോണിയ എന്നൊക്കെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എഴുതാൻ ഡിപ്ലോയിഡ് മെയിൽ ജേം സെൽസ് that give rise to spermatozoa or sperm. ഇപ്പോൾ ജെർമിനൽ എപ്പിത്തീരിയൽ സെല്ലിൽ നിന്നുണ്ടാകുന്നതാണെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. അതാണ് നമ്മൾ ഡിപ്ലോയിഡ് മെയിൽ ജേം സെൽസ് ദാറ്റ് ഗീവ് റൈസ് ടു സ്പെർമാറ്റോസോവ ഓർ സ്പേം എന്നെഴുതാം. വേറെ ചോദിക്കാൻ കൊള്ളാവുന്ന നെയിം ദി സെൽസ് ദാറ്റ് പ്രൊവൈഡ് ന്യൂട്രീഷൻ ടു ജേം സെൽസ്. അതായത് ജേം സെൽസ് ആണല്ലോ ഈ നമ്മൾ പറഞ്ഞ സ്പെർമാറ്റോ ഗോണിയ. അപ്പോൾ അവയ്ക്ക് ആവശ്യമുള്ള ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ സെർട്ടോളി സെൽസ് എന്ന് എഴുതാൻ കഴിയും. മറ്റൊരു ക്വസ്റ്റ്യനായിട്ട് നെയിം ദി സെൽസ് ദാറ്റ് സെക്രീറ്റ് ആൻഡ്രോജൻ ഓർ ടെസ്റ്റോസ്റ്ററോൺ എന്ന് ചോദിച്ചാൽ ലിഡിക് സെൽസ് ഓർ ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ് എന്ന് എഴുതാൻ കഴിയും. സെമിനിഫറസ് ട്യൂബ്യൂൾ കുറേ കൂടെ എൻലാർജ് ചെയ്ത ഒരു ഡയഗ്രാമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്പെർമാറ്റോഗോണിയം, സെമിനിഫറസ് ട്യൂബ്യൂളിനകത്ത് സ്പെർമാറ്റോഗോണിയം നല്ല വ്യക്തമായി കാണാൻ കഴിയും. അതുപോലെ സെർട്ടോളി സെല്ലിനെയും കാണാൻ കഴിയും, ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ സ്പെർമാറ്റോഗോണിയം തന്നെയാണ് മിയോസിസ് എന്ന് പറയുന്ന പ്രക്രിയയിൽ കൂടെ പ്രൈമറി സ്പെർമാറ്റോസൈറ്റായി മാറുന്നതും പിന്നീട് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റും സ്പെർമാറ്റിഡും പിന്നെ അവസാനം സ്പെർമാറ്റോസോവ അതായത് സ്പേമും ഒക്കെ ആയിട്ട് മാറുന്നത്. പക്ഷേ അത് വ്യക്തമായിട്ട് നമുക്ക് ഈ ഡയഗ്രത്തിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. The male reproductive system is located in the pelvic region. It includes the testes, accessory ducts, accessory glands, and external genitalia. The testes are covered by a sac-like protuberance of skin and muscles called the scrotum. The scrotum lies between the penis and the anus. The testes need to be at a temperature of 2 to 2.5 degrees less than the body temperature to produce sperms. Hence, the scrotum is outside the body and has a temperature lower than the body. The testes are oval in shape
germ cell.